ഹലോ, അപ്പം ഇന്നൊരു കുട്ടി മോർണിംഗ് വ്ളോഗാണ്. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. ഒരു 5:30 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റു, പല്ലൊക്കെ തേച്ചു, ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി. അപ്പം ഞാൻ മുമ്പ് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് രാവിലെ നടക്കാൻ പോകാന്നുള്ളത്. ഇപ്പോൾ കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമായിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ ഈ റൂട്ടീന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഞാൻ വിചാരിച്ചു രാത്രി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു രാവിലെ ഞങ്ങൾക്ക് നടക്കാൻ പോകാൻ ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എല്ലാം വിളിച്ച് സെറ്റാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നടക്കാൻ പോകണം. അങ്ങനെ മുഖമൊക്കെ കഴുകി ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. ചായ ഇടാനുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പം ഞാൻ ചായ കുടിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് സുവനീർ ഞാൻ കളക്ട് ചെയ്യും. അപ്പം ഞാൻ പോയതും പോയിട്ടില്ലാത്തതുമായിട്ടുള്ള രാജ്യങ്ങളിലെ സുവനീറും ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആയല്ലോ എന്ന് കരുതിയിട്ട് അമ്മയ്ക്കുള്ള ചായയാണ് ഞാൻ ഇട്ട് വെച്ചിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മിനുക്കമണി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എവിടെ പോയാലും നമുക്ക് ഗേൾസിന് ഇതൊക്കെ മസ്റ്റാണല്ലോ. കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടു, മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ചു. അപ്പോഴത്തേക്കും എനിക്ക് പുറത്ത് മഴ പെയ്യുന്നത് പോലെ തോന്നിയായിരുന്നു. ഇനി എങ്ങാനും മഴ പെയ്യുന്നുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ജനൽ തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് പെയ്യുന്നില്ല. ഇനി പെയ്യുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പരിപാടി മൊത്തം പോയേനെ. പെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്തു, മുടി ഒക്കെ കോതി. ഞാൻ ചീപ്പ് കൊണ്ട് മുടി കോതുമെങ്കിൽ എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒതുക്കി കെട്ടാനാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. സോ ഞാനൊരു ബണ്ണിട്ട് മുടി സെക്യൂർ ചെയ്ത് വെച്ചു. പിന്നെ ലേശം പൗഡറൊക്കെ ഇട്ടു. ആളുകൾ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, പക്ഷെ നമ്മൾ തളരാൻ പാടില്ല. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. അത് പിന്നെ എവിടെ പോയാലും നിർബന്ധമാണല്ലോ ലിപ്സ്റ്റിക് മുഖ്യമെങ്കിൽ. ലിപ്സ്റ്റിക് ഇട്ടു, കുറച്ച് സ്പ്രേ അവിടെ ഇവിടെ അച്ഛനും പുച്ഛനും കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചു. എന്നിട്ട് നേരെ വീടിന് പുറത്തോട്ട് ഇറങ്ങി ഗേറ്റ് തുറക്കാനായിട്ട് ഞാൻ പോവാണ്. ഗേറ്റ് തുറക്കാനായിട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വീടുണ്ട്. അവിടെ ദേ കണ്ടില്ലേ, നന്നായിട്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ ഒരു ചേച്ചിയുണ്ട്, പാറ ചേച്ചി. ചേച്ചിയുടെ കലാവിരുതാണ് ഇതൊക്കെ ഉള്ളല്ലേ. അങ്ങനെ ഹെൽമെറ്റൊക്കെ ഫിറ്റ് ചെയ്തു. ഞാൻ വണ്ടി എടുത്ത് നേരെ നടക്കാൻ പോകാനുള്ള പോയി. ഞാൻ ദേ എത്തിയത് നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ ഒരുപാട് ആളുകൾ രാവിലെ നടക്കാൻ വരുന്നുണ്ടാവും. ആ പിങ്ക് ടീഷർട്ട് ഇട്ടിട്ട് പോകുന്നില്ല, അതാണ് എൻ്റെ ഫ്രണ്ട് ആർച്ച. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ ഹസ്ബൻഡ് ശരത്ത്, രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ തമ്മിൽ ലവ് മാരേജ് ആണ്. ഇവർ തമ്മിൽ സെറ്റ് ആവാനുള്ള റീസൺ ഞാനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവരുടെയും ഇവരുടെയും അപ്പുറത്തുള്ളവരുടെ ഇപ്പുറത്തുള്ളവരുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അതും ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ ചെയ്യേണ്ട ഒരു മാമൻ അവിടെ നിന്ന് കുറച്ച് കസരത്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതും കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും തീരുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങളിങ്ങനെ നടന്ന് മടുത്തു. അതൊക്കെ ഉണ്ടല്ലേ, അവൾ നിർത്തുന്നില്ല, ഒക്കെ കുറേ പറയാനുണ്ട്, ഒരുപാട് പിന്നെ ഈ ഫ്ലാഗിൻ്റെ താഴെ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. അവിടെ ചെന്നിരുന്നതിന് ശേഷം ഞങ്ങൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ ഇതിൽ പോകുന്നവരും വരുന്നവരൊക്കെ വായി നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരാൾ എന്നെയും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, കാണിക്കുന്നുണ്ടാ തോന്നും. ഈ വർഷങ്ങൾക്ക് ശേഷം പിരിഞ്ഞുപോയ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ ഉള്ള സ്നേഹപ്രകടനമാണ്. പക്ഷെ 2 മണിക്കൂറായിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് പോയിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ കയറി കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ടാറ്റ, ബൈ ബൈ.